നാട്ടിക ദുരന്തത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മദ്യലഹരിയിൽ മയങ്ങിപ്പോയെന്ന ലോറി ക്ലീനറുടെ കുറ്റസമ്മതമൊഴി. ഇരിങ്ങാലക്കുട കോമ്പാറയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയായ യുവതി മരിച്ചു. അപകടത്തിനിടയാക്കിയത് സ്വകാര്യ ബസിനെ മറികടന്നെത്തിയ കാർ. ചാലക്കുടിയിൽ വീടിന് തീപിടിച്ചു. വീട്ടിനകത്ത് അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത് നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ. കാട്ടൂർ മുനയത്തെ താൽക്കാലിക ബണ്ട് നിർമ്മാണത്തിൽ അപാകതയെന്ന നാട്ടുകാർ. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിക്കുന്ന താൽക്കാലിക ബണ്ടിൽ ഉപയോഗിക്കുന്നത് കാലപ്പഴക്കം ചെന്ന മുളകളാണെന്നാണ് ആക്ഷേപം. ഗുരുവായൂരിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാവ് പോലീസ് പിടിയിലായി. മലപ്പുറം താനൂർ സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത്. 2 മാസത്തിനിടയിൽ 20ഓളം പവൻ സ്വർണമാണ് പ്രതി കവർന്നത്. തിരുവില്ലാമലയിൽ ഷവർമ കഴിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യം. 2 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. നാട്ടുകാർ റെസ്റ്റോറന്റ് ഉടമയെ ചോദ്യം ചെയ്തത് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. വാർത്തകൾ വിശദമായി. നാട്ടികയിൽ 5 പേരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ വാഹനം ഓടിച്ചിരുന്ന ക്ലീനറുടെ കുറ്റസമ്മതമൊഴി പുറത്ത്. മദ്യലഹരിയിൽ മയങ്ങിപ്പോയതാണെന്ന് ക്ലീനർ അലക്സ് സമ്മതിച്ചു. 20 സെക്കൻഡ് കണ്ണടച്ചുപോയി. വണ്ടി എന്തിലോ തട്ടുന്നെന്ന് തോന്നിയപ്പോൾ വെട്ടിച്ചു എന്നുമാണ് അലക്സിന്റെ മൊഴി. നിലവിളി ശബ്ദം കേട്ടതോടെ രക്ഷപ്പെടാൻ നോക്കിയെന്നും അലക്സ് കുറ്റസമ്മതം നടത്തി. അപകട സമയത്ത് അലക്സാണ് വാഹനം ഓടിച്ചിരുന്നത്. കണ്ണൂർ ആലങ്കോട് സ്വദേശിയാണ് അറസ്റ്റിലായ അലക്സ്. സംഭവത്തിൽ ഡ്രൈവറെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളെ 2 ദിവസത്തിനകം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇരിങ്ങാലക്കുട കോമ്പാറയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയായ യുവതി മരിച്ചു. വെള്ളാങ്ങല്ലൂർ ചാമക്കുന്ന് സ്വദേശിനി വാഴൂർ വീട്ടിൽ 39 വയസ്സുള്ള ഷൈജയാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും വന്നിരുന്ന അരിപ്പാലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ സ്വകാര്യ ബസിനെ മറികടക്കുന്നതിനിടെ എതിരെ വന്നിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ഷൈജയെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഷൈജയുടെ കുട്ടിയെ സ്കൂളിൽ നിന്നും കൊണ്ടുവരുവാൻ പോകുന്ന വഴിയാണ് അപകടം. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. നാട്ടികയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശി 23 വയസ്സുള്ള ശ്രീഹരിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി തൃപ്രയാർ ഏകാദശിക്ക് പോകുമ്പോൾ നാട്ടിക പെട്രോൾ പമ്പിനടുത്ത് വെച്ചായിരുന്നു അപകടം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കണ്ണോത്ത് മാടക്കാക്കൽ ലിങ്ക് റോഡിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ച് പാടത്തേക്ക് മറിഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി തൂൺ ഒടിയുകയും വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയും ചെയ്തു. കാറിലുണ്ടായിരുന്ന പുത്തൻപീടിക സ്വദേശിയായ യുവാവ് പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കയ്പമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വ്യാപാരി മരിച്ചു. കയ്പമംഗലം കാളമുറി കിഴക്ക് ഭാഗം അറയ്ക്ക വീട്ടിൽ 52 വയസ്സുള്ള അബ്ദുൽ ഗഫൂറാണ് മരിച്ചത്. 7 മാസം മുമ്പ് പെരിഞ്ഞനത്ത് കാറിടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കാളമുറി തെക്കേ ബസ് സ്റ്റോപ്പിനടുത്ത് സൽമാൻ ബേക്കറി ഉടമയായിരുന്നു. ചാലക്കുടി CMI പബ്ലിക് സ്കൂളിന് സമീപം വീടിന് തീപിടിച്ചു. ശ്വാസതടസ്സം അനുഭവപ്പെട്ട 2 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ. തെറ്റിയിൽ വീട്ടിൽ ജോൺസന്റെ വാർക്ക വീട്ടിലാണ് തീപിടിച്ചത്. ജോൺസന് പുറമെ ഭാര്യ ഡെയ്സി, മകൻ ആഷിഖ്, മകൾ അനീറ്റ, ഇവരുടെ 3 മാസം പ്രായമുള്ള മകളും സംഭവസമയത്ത് വീട്ടിലുണ്ടായിരുന്നു. വീട്ടുകാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ വാതിൽ ചവിട്ടി തുറന്നാണ് വീട്ടിനകത്ത് അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ട ജോൺസൺ, ആഷിഖ് എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. തീപിടുത്തത്തിൽ വീട് ഭാഗികമായി നശിച്ചു. അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറിൽ തീ പടരാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാട്ടൂർ മുനയത്തെ താൽക്കാലിക ബണ്ട് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് നാട്ടുകാർ. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിക്കുന്ന താൽക്കാലിക ബണ്ടിൽ ഉപയോഗിക്കുന്നത് കാലപ്പഴക്കം ചെന്ന മുളകളാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കനോലി കനാലും കരുവന്നൂർ പുഴയും സംഗമിക്കുന്നിടത്താണ് ബണ്ട് നിർമ്മിക്കുന്നത്. വേനൽ കടുക്കുന്നതോടെ കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറി കനാലിൽ ഓരുവെള്ളമായി മാറും. ഈ വെള്ളം കൃഷിഭൂമിയിൽ എത്താതിരിക്കാനാണ് ബണ്ട് നിർമ്മിക്കുന്നത്. 40 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് വർഷാവർഷങ്ങളിൽ താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത്. ഡിസംബർ ആദ്യവാരത്തോടെ നിർമ്മിച്ച് മഴക്കാലമാകുന്നതോടെ പൊളിച്ചു നീക്കുന്ന രീതിയാണുള്ളത്.
കാട്ടൂർ, കാറളം, അന്തിക്കാട്, പഴുവിൽ, താന്യം തുടങ്ങിയ പ്രദേശങ്ങളിലെ നെൽകൃഷിയെ വെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കാനാണ് ബണ്ട് പ്രധാനമായും നിർമ്മിക്കുന്നത്. 2016 ഇരിങ്ങാലക്കുട MLA ആയിരുന്ന തോമസ് ഉണ്ണിയാടൻ ഇവിടെ സ്ഥിരം സംവിധാനം നിർമ്മിക്കുമെന്നും ഇതിനായി ബജറ്റിൽ 27 കോടിയോളം രൂപ നീക്കിവെച്ചതായും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. നിലവിൽ നിർമ്മിക്കുന്ന താൽക്കാലിക ബണ്ട് കാലപ്പഴക്കം ചെന്ന മുള ഉപയോഗിച്ചാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലം ഊരിയിട്ടുള്ള മുള വെച്ചിട്ടാണ് കെട്ട് പണി തുടങ്ങുന്നത്. ഒരു കുറ്റ് പോലും പുതിയത് ഇപ്രാവശ്യം ഇറക്കിയിട്ടില്ല ഇവർ. അല്ലാണ്ട് ഇവർ കെട്ട് പണിയാനുള്ളതല്ല, കെട്ട് പണിയാ തള്ള എന്നുള്ളതാണ് ഇവരെ വിഷയം. കെട്ട് ചിലപ്പോൾ പാമ്പ് പൊളക്കണ പോലെ എടുക്കുക. ഇത് ഇവരെ കെട്ടനുസരിച്ച് ഉപ്പുവെള്ളം കൃഷിക്ക് ബാധിക്കാനുള്ള സകല ചാൻസും കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെയും അതിനു മുമ്പത്തെ വർഷത്തെയും ബണ്ട് നിർമ്മാണത്തിന് ഉപയോഗിച്ച മുളകളാണ് വീണ്ടും ഉപയോഗിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. മുളകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് മൂലം ബണ്ട് പൊട്ടാൻ സാധ്യതയുള്ളതായും നാട്ടുകാർ ആരോപിച്ചു. TC വിനോസ്, ഇരിങ്ങാലക്കുട. ഗുരുവായൂരിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാവ് ഒടുവിൽ പോലീസ് പിടിയിലായി. മലപ്പുറം താനൂർ സ്വദേശി മൂർക്കാടൻ പ്രദീപാണ് അറസ്റ്റിലായത്. 2 മാസത്തിനിടയിൽ 20ഓളം പവൻ സ്വർണമാണ് ഇയാൾ കവർന്നത്. ഗുരുവായൂർ ACP PK ബിജു, SHO G ജയകുമാർ, SI K ഗിരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് പ്രതിയെ പിടികൂടിയത്. തിരുവങ്കിടം ഫ്രണ്ട്സ് റോഡിൽ കൈപ്പട ഉഷ ക്ഷേത്രദർശനത്തിനെത്തിയ കൊല്ലം ഓച്ചിറ ചൈതന്യ വീട്ടിൽ രത്നമ്മ, ആറന്മുള സ്വദേശി രേഖ നായർ, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ലക്ഷ്മി, തെക്കേനടയിൽ പുളിയശ്ശേരി ലജീഷിന്റെ ഭാര്യ സിധു എന്നിവരുടെ മാലകൾ കവർന്നത് ഇയാളാണെന്ന് പോലീസ് പറഞ്ഞു. കൂടാതെ നിരവധി വീടുകളിൽ മോഷണത്തിന് ശ്രമിച്ചിരുന്നു. മോഷണത്തിന് ശേഷം കോഴിക്കോട്ടേക്ക് പോയി ദൂർത്തടിക്കുകയാണ് ഇയാളുടെ പതിവ്. പുലർച്ചെ മോഷണം നടത്തി മടങ്ങുന്നതിനാൽ പോലീസിന് പ്രതിയെക്കുറിച്ച് യാതൊരു തുമ്പും കിട്ടിയിരുന്നില്ല. എന്നാൽ നവംബർ 20 മോഷണത്തിനെത്തിയ സമയത്ത് CCTVയിൽ പതിഞ്ഞ ദൃശ്യമാണ് നിർണായക തെളിവായി മാറിയത്. മോഷണം നടത്തി മടങ്ങുമ്പോൾ തിരുവങ്കിടം ചീരോത്ത് സന്തോഷിന്റെ ബൈക്കുമായാണ് പ്രതി രക്ഷപ്പെട്ടത്. ഈ ബൈക്ക് പൊന്നാനിയിൽ വെച്ചതിനു ശേഷം അവിടെ നിന്ന് മറ്റൊരു ബൈക്കും മോഷ്ടിച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. വിവിധ ജില്ലകളിലായി 12ഓളം മോഷണ കേസുകൾ ഇയാളുടെ പേരിലുള്ളതായി പോലീസ് പറഞ്ഞു. 6 മാസം മുമ്പാണ് ഇയാൾ ജയിലിൽ നിന്നിറങ്ങിയത്. മോഷ്ടിച്ച 83 ഗ്രാം സ്വർണം പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. മോഷണ വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിന് സഹായിച്ചയാളെക്കുറിച്ചും പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. മോഷണം നടത്തിയ സ്ഥലങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലും തെളിവെടുപ്പ് നടത്തിയ ശേഷം പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ അന്വേഷണത്തിനായി അടുത്ത ദിവസം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. TC വിനോസ്, ഗുരുവായൂർ. തിരുവില്ലാമലയിൽ ഷവർമ കഴിച്ചതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിക്ക് ആൻഡ് മിക്സ് കഫേ ആൻഡ് റെസ്റ്റോറന്റിൽ നിന്ന് ഷവർമ കഴിച്ചവർക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. പാമ്പാടി ഗുരുദിയാൻ പറമ്പിൽ ഷംസീർ, ഭാര്യ ഷഹാന എന്നിവരാണ് ഛർദിയെ തുടർന്ന് ചികിത്സ തേടിയത്. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ റെസ്റ്റോറന്റിൽ ചോദ്യം ചെയ്യാനെത്തിയത് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും നടത്തിയ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. സ്ഥാപനത്തിന് ജലപരിശോധനയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അടുക്കള ഭാഗത്ത് എലികളെയും പാറ്റകളെയും കണ്ടെത്തി. തീയതി കഴിഞ്ഞ പാൽ പാക്കറ്റുകളും പിടിച്ചെടുത്തു. സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിക്കുന്നതിനും പിഴ ഈടാക്കുന്നതിനുമുള്ള നോട്ടീസ് നൽകി. ഭക്ഷ്യസുരക്ഷാ ഓഫീസർ PV ആസാദ്, മണലൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ P അരുൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ P രാജിമോൾ, JHIP S ജിൻഷ എന്നിവരാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത്. ഷവർമയുടെയും മയോണൈസിന്റെയും സാമ്പിളുകൾ ശേഖരിച്ച് കാക്കനാട് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനുമതിയില്ലാതെ റെസ്റ്റോറന്റ് തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല. കർശന നിർദ്ദേശങ്ങൾ നൽകി. റെസ്റ്റോറന്റ് നേരത്തെയും 3 തവണ അടച്ചിട്ടുണ്ട്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ മണ്ഡപത്തിൽ ഭക്തിയുടെ നിറവിൽ സംഗീതാർച്ചനയ്ക്ക് തുടക്കമായി. രാവിലെ 7 മണിയോടെ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പകർന്നെത്തിച്ച ദീപം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ചെമ്പൈ സംഗീത മണ്ഡപത്തിലെ നിലവിളക്കിൽ തെളിയിച്ചതോടെയാണ് 15 ദിവസം നീളുന്ന സംഗീതാർച്ചനയ്ക്ക് തുടക്കമായത്. ആദ്യം ക്ഷേത്രം അടിയന്തര വിഭാഗത്തിലെ നാഗസ്വരം തവിൽ കലാകാരന്മാർ മംഗളവാദ്യം മുഴക്കി. ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗങ്ങളായ വൈക്കം വേണുഗോപാൽ, തിരുവിഴ ശിവാനന്ദൻ, ഗുരുവായൂർ മണികണ്ഠൻ, ആനയടി പ്രസാദ്, ചെമ്പൈ സുരേഷ് എന്നിവർ വാദാബീം എന്ന് തുടങ്ങുന്ന ഗണപതി സ്തുതി ആലപിച്ചു. നെടുമങ്ങാട് ശിവാനന്ദൻ വയലിനിലും N ഹരി മൃദംഗത്തിലുമായി പക്കമേളമൊരുക്കി. തുടർന്ന് തൃശൂർ സ്വദേശികളായ VC നിധിൻ, OP അനൂപ്, OK രതീഷ്, MK സുനിൽ എന്നിവരുടെ സംഘം കീർത്തനത്തോടെ സംഗീതാർച്ചന ആരംഭിച്ചു. പ്രഗത്ഭരും തുടക്കക്കാരുമടക്കം 3000ഓളം പേർ 15 ദിവസങ്ങളിലായി സംഗീതാർച്ചന നടത്തും.
സംഗീതോത്സവത്തിന്റെ പ്രധാന ആകർഷകമായ പഞ്ചരത്ന കീർത്തനാലാപനം ദശമി ദിവസമായ ഡിസംബർ 10 നടക്കും. ഏകാദശി ദിവസമായ 11 സംഗീതോത്സവത്തിന് തിരശ്ശീല വീഴും. മാസത്തോളമായി പ്രവർത്തനരഹിതമായ കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ നഗരസഭാ ഭരണസമിതി തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി കൌൺസിലർമാർ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. മാസങ്ങൾക്ക് മുൻപ് കുന്നംകുളം മേഖലയിലുണ്ടായ മിന്നൽ ചുഴലിയിലാണ് ശ്മശാനത്തിന്റെ പുകക്കുഴൽ ഒടിഞ്ഞു വീണത്. പിന്നീട് നിരവധി തവണ കൌൺസിലിൽ ആവശ്യം ഉന്നയിച്ചിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി ബിജെപി കൌൺസിലർമാർ രംഗത്തെത്തിയത്. ശ്മശാനത്തിനു മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം ബിജെപി കൌൺസിലർ കെ മുരളി ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർമാരായ ബിനു പ്രസാദ്, ഗീത ശശി, സോഫിയ ശ്രീജിത്ത്, സിഗ്മ രജീഷ്, രേഖ സജീവ്, ദിവ്യ വിജീഷ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സജിത്ത് അഗതിയൂർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. അതുപോലെ തന്നെ എങ്ങനെയൊക്കെ അത് പ്രവർത്തിക്കാതെ ഈ ആവശ്യങ്ങൾ നിരന്തരം പിന്നീടും ചെയർമാൻ പറഞ്ഞു, പിന്നീട് ഒരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിന്റെ കാലാവധി കഴിഞ്ഞു. സാധാരണ നിലയ്ക്ക് ഒരു ക്രിമിറ്റോറിയം നഗരസഭയുടെ ഒരു സ്വത്താണിത്. ഇത് നാശമായി കഴിഞ്ഞാൽ അതിന് ഓൺ ഫണ്ടിൽ നിന്ന് എടുത്ത് സാധാരണ യാതൊരു അനുമതി ആവശ്യമില്ല. ചെയർമാന് മുൻകൂർ അനുമതി കൊടുത്തത് 24 മണിക്കൂറിൽ നന്നാക്കാവുന്നൊരു വിഷയമുള്ളൂ. കേവലം 8,000 രൂപയുടെ ചിലവാക്കാവുന്ന കാര്യം കമ്മീഷന് വേണ്ടി മാത്രം അത് 8 ലക്ഷത്തിൻ്റെ ഒരു പദ്ധതിയാക്കി മാറ്റുക. നമുക്കറിയാം, ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്കറിയാം. കാരണം ഒരു ആ പൊട്ടിപ്പോയ ഭാഗം അതിന് മുകളിൽ വെൽഡ് വെച്ച് കയറ്റി അത് ഉറപ്പിക്കുന്ന ഒരു പണി മാത്രമേ വേണ്ടൂ. കേവലം 8,000 രൂപയ്ക്ക് തീരാവുന്ന ഒരു പ്രവൃത്തി മാത്രമേ ഉള്ളൂ. പിന്നെ പുതിയത് വേണമെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും മാറ്റാം, രണ്ട് നടപടികളായിട്ട് മുന്നോട്ട് പോകാം. അത് ആവുന്ന കാലത്താവട്ടെ. അതുവരെ ഇത് പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 8,000 രൂപ ചെലവാക്കി നടക്കാൻ കഴിയാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത്. കുന്നംകുളം നഗരസഭയിലെ വാതക ശ്മശാനം അറ്റകുറ്റപ്പണികൾ നടത്തി തുറന്നുകൊടുക്കുവാൻ അലംഭാവം കാണിക്കുന്ന നഗരസഭാ ഭരണാധികാരികളുടെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് INTUC കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി AT ജോസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് ഷാജി ആലിക്കൽ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ സെക്രട്ടറി KV ഗീവർ, DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, INTUC റീജിയണൽ പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചെങ്ങാലൂർ പാപ്പിനിപ്പാടത്തും പരിസര പ്രദേശത്തും കാട്ടുപന്നി കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. നെൽകൃഷിയും കാർഷിക വിളകളും വ്യാപകമായി നശിച്ചതോടെ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. പുതുക്കാട് പഞ്ചായത്തിലും കൃഷിഭവനിലും പരാതികൾ നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും സ്ഥലം സന്ദർശിക്കാൻ പോലും ഉദ്യോഗസ്ഥർ എത്തുന്നില്ലെന്നും കർഷകർ ആരോപിച്ചു. കർഷകരുടെ വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നിക്കൂട്ടങ്ങളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ ജോയ് മഞ്ഞളി, പാപ്പിനിപ്പാടം പാടശേഖര സമിതി പ്രസിഡന്റ് ശിവരാമൻ പെരുമറത്ത് തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ നടത്തില്ല എന്ന് പ്രഖ്യാപിച്ച് ക്ഷേത്ര ചൈതന്യത്തിന് ലോപം വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി പിരിച്ചുവിടണമെന്ന് ഹൈന്ദവ സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഭരണസമിതിയുടെ ക്ഷേത്ര വിധ്വംസക പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുന്നതിന് ശനിയാഴ്ച വൈകിട്ട് പടിഞ്ഞാറെ നടയിൽ ഭക്തജന കൂട്ടായ്മ സംഘടിപ്പിക്കും. ഭക്തജനങ്ങളുടെ ക്ഷേമവും സുഖദർശനവുമാണ് ദേവസ്വത്തിന്റെ ലക്ഷ്യമെങ്കിൽ ദർശനത്തിന് ആയിരങ്ങൾ വാങ്ങി ഭക്തരെ ചൂഷണം ചെയ്യുന്നത് നിർത്തലാക്കി സൌജന്യ വെർച്വൽ ബുക്കിംഗ് നടപ്പിലാക്കണം. അമിതമായി വഴിപാട് തുക വർദ്ധിപ്പിക്കുന്നത് നിർത്തലാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി P. സുധാകരൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. വത്സലൻ, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശോചനീയാവസ്ഥയിലായ ചിറയ്ക്കൽ കൊറ്റംകോട് റോഡ് നിർമ്മാണം യാഥാർത്ഥ്യമാക്കാൻ 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി. CC മുകുന്ദൻ MLAയുടെ 2024-25 ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള റോഡിന് സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെ തുക അനുവദിച്ചത്. കഴിഞ്ഞ നിയമസഭാ കാലയളവിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, പഞ്ചായത്ത് അംഗം ഗിരിജൻ പൈനാട്ട് അടക്കമുള്ള ജനപ്രതിനിധികൾ MLAയോടൊപ്പം ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയെ സന്ദർശിച്ചിരുന്നു. അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി ഉടനെ തുക അനുവദിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെങ്കിലും 5 മാസമായി ഫയൽ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. ഇതോടെയാണ് CC മുകുന്ദൻ MLA മുൻകൈയെടുത്ത് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് എസ്റ്റിമേറ്റ് എടുപ്പിച്ച് സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെ 30 ലക്ഷം രൂപ അനുവദിച്ചത്. സാങ്കേതികാനുമതി ഉടനെ ലഭ്യമാക്കി ടെൻഡർ നടപടികൾ സ്വീകരിച്ച് കൊറ്റംകോട് റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ കഴിയുമെന്ന് MLA പറഞ്ഞു. CPM ചിറ്റാട്ടുകര ലോക്കൽ സമ്മേളനത്തിൽ തർക്കം.
പ്രതിനിധി സമ്മേളനത്തിലെത്തിയെങ്കിലും താമരപ്പള്ളി സൌത്ത് ബ്രാഞ്ച് സെക്രട്ടറിയെ പങ്കെടുപ്പിക്കാത്തതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായതെന്ന് പറയുന്നു. ബ്രാഞ്ച് സെക്രട്ടറി എം.ആർ. രാജു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള രാജി നൽകി സമ്മേളനത്തിൽ പങ്കെടുക്കാതെ മടങ്ങി. ബ്രാഞ്ചിലെ ഏതാനും സമ്മേളന പ്രതിനിധികളും പങ്കെടുത്തില്ലെന്ന സൂചനയുണ്ട്. താമരപ്പള്ളിയിലെ നാട്യവേദിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിയായ എം.ആർ. രാജു ജാഗ്രതക്കുറവ് കാട്ടിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ലോക്കൽ സമ്മേളനത്തിൽ നിന്ന് പാർട്ടി നേതൃത്വം മാറ്റി നിർത്തിയത്. ജലനിധിയുമായി ബന്ധപ്പെട്ട് കാട്ടേരി ബ്രാഞ്ചിലെ പ്രതിനിധികളും പ്രതിഷേധ സ്വരമുയർത്തി. എന്നാൽ സമ്മേളനത്തിൽ ഒരു തർക്കവും പ്രശ്നങ്ങളും നടന്നിട്ടില്ലെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി.ജി. സുബിദാസ് പറഞ്ഞു. പ്രതിനിധി സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം യു.പി. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ സി.കെ. വിജയൻ, വി.എൻ. സുർജിത്ത്, എ.കെ. ഹുസൈൻ, പി.എ. രമേശൻ, ആഷിഖ് വലിയകത്ത്, പി.ജി. സുബിദാസ് എന്നിവർ സംസാരിച്ചു. പുതിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ബി.ആർ. സന്തോഷിനെ തെരഞ്ഞെടുത്തു. ദേശമംഗലത്ത് പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ച യുവാവിനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ പറവൂർ സ്വദേശി തൊണ്ടിൽ വീട്ടിൽ സന്തോഷ് കുമാറാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 11-നാണ് അമ്പാട്ട് നാണുവിന്റെ മകൾ സ്വപ്നയുടെ വീട് കുത്തിത്തുറന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ചത്. ചെന്നൈയിൽ ഇൻകം ടാക്സ് കമ്മീഷണർ ഉദ്യോഗസ്ഥയായ സ്വപ്ന ചെന്നൈയിലാണ് താമസം. മോഷണത്തിന് ശേഷം പ്രതി 17 ദിവസങ്ങൾക്ക് ശേഷം മൊബൈലിൽ തന്റെ സിം കാർഡ് ഇട്ടതോടെ പോലീസിന് പ്രതിയെക്കുറിച്ച് വിവരം ലഭിക്കുകയായിരുന്നു. പ്രതിയെ മോഷണം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പഴയ വീടുകൾ പൊളിക്കുന്ന ജോലി ചെയ്യുന്ന സന്തോഷ് കുമാർ താമസിക്കുന്നത് ദേശമംഗലത്ത് തന്നെയാണ്. പ്രതിക്കെതിരെ മുൻപ് പോക്സോ കേസുണ്ടെന്നും പോലീസ് പറഞ്ഞു. സിഐ ആനന്ദകൃഷ്ണൻ, എസ്ഐ വി സുഭാഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജയൻ, വിനീത് മോൻ, സിപിഒ ഗിരീഷ് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്റ്റേഷനിൽ വെച്ച് മാള പോലീസ് എസ്എച്ച്ഒ അപമാനിച്ച് സംസാരിച്ചതായി പരാതി. ഇത് സംബന്ധിച്ച് പ്രസിഡന്റ് ഡെയ്സി തോമസ് ജില്ലാ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് പരാതി നൽകി. പരാതി നൽകി 15 ദിവസം കഴിഞ്ഞാണ് തന്നെ വിളിപ്പിച്ചതെന്നും കേസെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ എസ്എച്ച്ഒ എതിർകക്ഷിയുടെ മുന്നിൽ വെച്ച് അപമര്യാദയായി സംസാരിച്ചതായും കേസെടുക്കണമെങ്കിൽ അസഭ്യവാക്കുകൾ കൂടി പരാതിയിൽ ചേർക്കണമെന്ന കാര്യം ഇത്രകാലം ജനപ്രതിനിധിയായ ഒരാളോട് പറഞ്ഞു തരണമോ എന്ന് ചോദിച്ചതായും പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് പറഞ്ഞു. മാള എസ്എച്ച്ഒ കുറ്റാരോപിതനായ വ്യക്തിയുടെ മുൻപിൽ വെച്ചിട്ട് എഫ്ഐആറിട്ട് കേസെടുക്കാനുള്ള വകുപ്പ് ഇതിനകത്തില്ല. ഈ 2 തെറിവാക്ക് പറഞ്ഞിട്ട്, അതായത് അസഭ്യവാക്ക് പറഞ്ഞിട്ട് ഇതുകൂടി ഇതിൽ എഴുതി ചേർക്കണം, എന്നെങ്കിൽ മാത്രമേ എഫ്ഐആറിട്ട് കേസെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എത്രാമത്തെ തവണയാണ് ജനപ്രതിനിധിയാകുന്നത്, നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ ഇത് ചെയ്യാനായിട്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ചേർക്കേണ്ട അസഭ്യവാക്കുകൾ എതിർകക്ഷിയുടെ മുന്നിൽ വെച്ച് എസ്എച്ച്ഒ പറഞ്ഞത് മാനസികമായി വേദനിപ്പിച്ചതായും പരാതി തീർപ്പാക്കിയതായി ഒപ്പിട്ട് നൽകാൻ നിർബന്ധിച്ചതായും ഇവർ പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറിയുമായുള്ള മീറ്റിംഗിനിടയിലെത്തിയ ജോസ് എന്നയാൾ മോശമായി സംസാരിക്കുകയും നടന്നുപോകുമ്പോൾ വഴിയിൽ വെച്ച് അപായപ്പെടുത്തുവാൻ ശ്രമിക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നായിരുന്നു പരാതി. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് എസ്എച്ച്ഒ സജിൻ ശശി പറഞ്ഞു. ടി.സി. ന്യൂസ്, മാള. കല്ലൂർ ചുങ്കത്ത് പൊട്ടിവീണ കെ ഫോണിന്റെ കേബിളിൽ കുരുങ്ങി ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ തൃക്കൂർ ആദൂർ സ്വദേശി ആഷിഖിനാണ് പരിക്കേറ്റത്. മറ്റൊരു വാഹനത്തിൽ തട്ടി റോഡിന് കുറുകെ പൊട്ടിവീണ കെ ഫോണിന്റെ കേബിൾ ചക്രത്തിൽ കുരുങ്ങിയാണ് ഓട്ടോ മറിഞ്ഞത്. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കുന്നംകുളത്ത് നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം എ.സി. മൊയ്തീൻ എം.എൽ.എ. നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി.എം. സുരേഷ്, പി. സോമശേഖരൻ, പി.കെ. ഷെബീർ, സജിനി പ്രേമൻ, പബ്ലിസിറ്റി കൺവീനർ സൈമൺ ജോസ്, ചെയർമാൻ ലബീബ് ഹസൻ എന്നിവർ സംസാരിച്ചു. ഡിസംബർ 3, 5, 6, 7 തീയതികളിൽ കുന്നംകുളത്തെ വിവിധ സ്കൂളുകളിലായാണ് കലോത്സവം അരങ്ങേറുക. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് ദ്വാദശി പണം സമർപ്പണവും ഊട്ടും നടന്നു. തൃപ്രയാർ രമേശൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, തുടർന്ന് ദ്വാദശി പണം സമർപ്പണം, ദ്വാദശി ഊട്ട് എന്നിവ നടന്നു. ശുഗപുരം ഗ്രാമത്തിലെ ചെറുമുക്ക് വൈദികൻ വല്ലഭൻ അക്കിത്തിരിപ്പാട്, ചെറുമുക്ക് വൈദികൻ ശ്രീകണ്ഠൻ സോമയാജിപ്പാട്, പന്നിയൂർ ഗ്രാമത്തിലെ തവനൂർ പരമേശ്വരൻ സോമയാജിപ്പാട്, പെരുവനം ഗ്രാമത്തിലെ ഋഷികേശൻ സോമയാജിപ്പാട്, ആരൂർ വാസുദേവൻ അടിത്തിരിപ്പാട്, ഇരിങ്ങാലക്കുട ഗ്രാമത്തിലെ നടുവിൽ പഴയടത്ത് നീലകണ്ഠൻ അടിത്തിരിപ്പാട് എന്നിവർ ദ്വാദശി പണം സ്വീകരിച്ചു.
വടക്കാഞ്ചേരി CPM ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെ ഡിവൈഎഫ്ഐ വനിതാ നേതാവിനെ ഒഴിവാക്കിയതായി പരാതി. CPM വടക്കാഞ്ചേരി ലോക്കൽ സമ്മേളനത്തിൽ പ്രതിനിധിയായിരുന്ന നിലവിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റുമായ വനിതാ നേതാവിനെയാണ് ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെ മനഃപൂർവ്വം ഒഴിവാക്കിയതായി പരാതി ഉയർന്നത്. ലോക്കൽ കമ്മിറ്റിയുടെ കടുത്ത പാർട്ടി വിരുദ്ധ നിലപാടിനെതിരെയും സ്ത്രീവിരുദ്ധ നിലപാടിനെതിരെയും ചോദ്യം ചെയ്യുകയും പ്രാദേശിക നേതൃത്വത്തിനെതിരെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരാതി നൽകുകയും ചെയ്ത വനിത കൂടിയാണ് നേതാവ്. പാർട്ടിയുടെ കുമ്പളങ്ങാട് ഈസ്റ്റ് ബ്രാഞ്ച് അംഗമായ വനിതാ നേതാവ് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത ചോദ്യം ചെയ്തതിന്റെ പേരിലും കഴിഞ്ഞ പാർട്ടി ലോക്കൽ സമ്മേളനത്തിലും പ്രതിനിധിയാകാതെ ഒഴിവാക്കപ്പെട്ടിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ പുതുക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുൻപിൽ ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സാറാമ റപ്പായി അധ്യക്ഷത വഹിച്ചു. MV അരവിന്ദാക്ഷൻ, ഫിലോമിന ഫ്രാൻസിസ്, സാവിത്രി എന്നിവർ സംസാരിച്ചു. കടപ്പുറം ഇരട്ടപ്പുഴ കണ്ണമൂട് വീടിന് സമീപത്തെ കടന്നൽ കൂട്ടത്തെ ഭയന്ന് കുടുംബം. ചക്കുംകേരൻ ഭാസ്കരന്റെ വീട്ടുവളപ്പിലെ മരത്തിലാണ് കൂറ്റൻ കടന്നൽ കൂടുള്ളത്. കടന്നലിന്റെ ശല്യം രൂക്ഷമാണെന്ന് ഭാസ്കരന്റെ ഭാര്യ വനജ പറഞ്ഞു. കടപ്പുറം പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും കടന്നൽക്കൂട് നിൽക്കുന്നത് പൊതുസ്ഥലത്തല്ലാത്തതിനാൽ സ്ഥലത്തിന്റെ ഉടമസ്ഥർ തന്നെ നീക്കം ചെയ്യണമെന്നാണ് അധികൃതർ അറിയിച്ചതെന്ന് വീട്ടുകാർ പറഞ്ഞു. തങ്ങളുടെ ജീവന് ഭീഷണിയായ കടന്നൽക്കൂട് മാറ്റുവാനുള്ള നടപടിയെടുക്കണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ സ്വന്തമായിട്ട് എനിക്ക് 65 വയസ്സായി. എനിക്ക് സ്ട്രോക്ക് വന്ന അസുഖം ബാധിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരാളാണ്. എൻ്റെ ഭാര്യ തൊഴിലുറപ്പിന് പോയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. മരുന്ന് വാങ്ങിക്കാൻ പോലും ഞങ്ങൾക്ക് പാകമില്ലാതെ ജീവിക്കുന്നതാണ്. ഞങ്ങളോട് സ്വന്തം കയ്യിൽ നിന്ന് സ്വന്തം പ്രൈവറ്റ് സ്ഥലമാണ് സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചെയ്യാനാണ് പറഞ്ഞത്. ഞങ്ങൾ മാത്രമല്ല ഈ പരിസരത്ത് ജീവിക്കുന്നത്. ഞങ്ങൾ 10-12 വീടുണ്ട്. അവിടെ കൊച്ചു മക്കളുണ്ട്, സ്കൂളിൽ പോണ വിദ്യാർത്ഥികളും കുട്ടികളൊക്കെ ഉണ്ട്. ഇത് എന്നെ കൊണ്ട് ടീച്ചർ ചെയ്യാൻ സാധിക്കില്ല. അടുത്ത വീട്ടുകാരൊന്നും സാമ്പത്തികമായിട്ട് ഉയർന്നവരല്ല. അതുകൊണ്ട് പഞ്ചായത്ത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇന്നലെ വരെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് കടന്നൽക്കുത്തേറ്റ് മരിച്ചത്. മനോരമ ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 17 പേര് മരിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഈ 8 വർഷം കൊണ്ട്. യുവകലാ സാഹിതി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ പ്രഥമ മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക പുരസ്കാരം പൊതുപ്രവർത്തക ആനി രാജയ്ക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യുവകലാ സാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ ചെയർമാനായ ജൂറി കമ്മിറ്റി ആനി രാജയെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ബലകവും ഉൾക്കൊള്ളുന്ന പുരസ്കാരം ഡിസംബറിൽ നടക്കുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക സമ്മേളനത്തിൽ സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യുവകലാ സാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ, രക്ഷാധികാരി ET ടൈസൺ MLA, ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ER ജോഷി, കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി അരുൺജിത്ത് കാനപ്പള്ളി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ഏകാദശി വിളക്ക് ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ കോഴിക്കോട് KS ശങ്കരനാരായണൻ വക വിളക്ക് ആഘോഷിച്ചു. വിളക്ക് ആഘോഷത്തിന്റെ 18ാം ദിവസമായ വ്യാഴാഴ്ച ക്ഷേത്രത്തിലെ പാരമ്പര്യ അവകാശികളായ പത്തുകാർ കുടുംബത്തിന്റെ വക വിളക്ക് ആഘോഷിക്കും. രാവിലെയും ഉച്ചതിരിഞ്ഞും കാഴ്ചശീവേലിക്ക് പെരുവനം സതീശൻ മാരാർ, ഗുരുവായൂർ ശശിമാരാർ എന്നിവരുടെ മേളം, സന്ധ്യയ്ക്ക് ഗുരുവായൂർ വിഷ്ണുവും ഗുരുവായൂർ കാർത്തികും ചേർന്നുള്ള തായമ്പകയും നടക്കും. തന്നെ വിശ്വസിച്ച് അന്നം തേടിവരുന്ന പ്രാവുകൾക്ക് അന്നം ഊട്ടുകയാണ് ആശാരിക്കാട് സ്വദേശി രാജേന്ദ്രൻ. 500-ൽ പരം പ്രാവുകളാണ് ദിവസവും കൂലിപ്പണിക്കാരനായ രാജേന്ദ്രന്റെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നത്. ആശാരിക്കാട് ദർബ കനാൽപ്പുറം സ്വദേശി കിഴക്കേക്കുന്നിൽ രാജേന്ദ്രനാണ് തന്റെ വീട്ടുമുറ്റത്തെത്തുന്ന പ്രാവുകൾക്ക് അന്നം നൽകുന്നത്. എല്ലാ ദിവസവും രാവിലെ 6 മണിയോടെ രാജേന്ദ്രന്റെ വീട്ടുമുറ്റത്ത് പ്രാവുകൾ കൂട്ടമായി പറന്നിറങ്ങും. ഭക്ഷണം കഴിച്ച് 6:30 പ്രാവുകൾ കൂട്ടമായി തിരികെ പറക്കും. കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം പ്രാവുകൾക്കായി രാജേന്ദ്രൻ മാറ്റിവെക്കുന്നുണ്ട്. ദിവസേന 2 കിലോയോളം അരിയാണ് പ്രാവുകൾക്ക് നൽകുന്നത്. ദിവസേന 500-ൽ പരം പ്രാവുകൾക്കാണ് രാജേന്ദ്രൻ അരിമണി നൽകുന്നത്. 2 വർഷത്തോളമായി പ്രാവുകളെ ഊട്ടാൻ തുടങ്ങിയിട്ട്. സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ സമീപത്തെ റേഷൻ കടകളിൽ വീണുകിടക്കുന്ന അരിമണികൾ പെറുക്കിക്കൂട്ടി പ്രാവുകൾക്ക് നൽകുകയാണ് പതിവ്. ചില ദിവസങ്ങളിൽ പ്രാവുകളുടെ എണ്ണത്തിലും വർധനമുണ്ടാകാറുണ്ട്. എത്ര പ്രതിസന്ധി വന്നാലും തന്നെ വിശ്വസിച്ച് അന്നം തേടി പറന്നിറങ്ങുന്ന പ്രാവുകളെ നിരാശരാക്കില്ലെന്ന നിശ്ചയത്തിലാണ് രാജേന്ദ്രൻ. TCV ന്യൂസ്, തൃശൂർ.
കണ്ണൂരിൽ നടന്ന 8ാമത് എലൈറ്റ് മെൻ ആൻഡ് വുമൺ കേരള സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായി തൃശൂർ സ്വദേശിനി PR ധന്യ. മനക്കുടി സ്വദേശി പള്ളിപ്പുറത്തുകാരൻ രണദേവ് പ്രീതി ദമ്പതികളുടെ മകളാണ് ധന്യ. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 6 മാസമായി SHO ഇല്ല. SHO കൈകാര്യം ചെയ്യേണ്ട കേസുകളും ഫയലുകളും അനിശ്ചിതത്വത്തിൽ. കരിക്കുപയോഗിച്ചുള്ള വിവാദമർദ്ദനത്തിന് ശേഷം സ്ഥലം മാറിപ്പോയ SHOയ്ക്ക് പകരം മറ്റൊരു ഉദ്യോഗസ്ഥൻ ചാർജ് എടുത്തുവെങ്കിലും ശാരീരിക അവശതകളെ തുടർന്ന് അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞില്ല. മറ്റൊരു ഓഫീസർ ചുമതലയെടുക്കുമെന്ന് അറിയിപ്പ് വന്നെങ്കിലും ഉദ്യോഗസ്ഥൻ ഇതുവരെ എത്തിയിട്ടില്ല. പല കേസുകളും ഫയലുകളും തീരുമാനമാകാതെ നീളുന്ന അവസ്ഥയാണ്. പ്രശ്നത്തിൽ അടിയന്തര തീർപ്പുണ്ടാക്കണമെന്ന് അന്തിക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AV ശ്രീവത്സൻ ആവശ്യപ്പെട്ടു. അന്തിക്കാട് സ്റ്റേഷൻ വിഭജിച്ച് പെരിങ്ങോട്ടുകര ഔട്ട്പോസ്റ്റിന്റെ സ്ഥാനത്ത് പുതിയ സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. അന്തിക്കാട് സ്റ്റേഷൻ വലിയൊരു സ്റ്റേഷനാണ്. വലിയ പ്രവർത്തന മേഖലയാണ് ഇവിടെയുള്ളത്. ഇവിടെ SHO ഇല്ലാതായിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ ഒരാൾ വന്നതാണ്, അദ്ദേഹത്തിൻ്റെ അറ്റാക്കായി പോയി. പിന്നെ ഒരാളെ വെച്ചു, അദ്ദേഹം ഒന്ന് ചാർജ് എടുത്തില്ല എന്നാണ് പറയുന്നത്. വലിയ പ്രശ്നങ്ങളും പരാതികളും കേൾക്കുന്നുണ്ട്. പരാതി കൊടുത്താൽ അന്വേഷിക്കാൻ ആളില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു അനാഥത്വം ഞങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഉടൻ പരിഹരിക്കണം എന്നുള്ളത് സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. മറ്റ് സംവിധാനത്തിലൂടെയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പുതിയ SI വന്നപ്പോൾ അതിന് കുറച്ചും കൂടി മാറ്റം വന്നിട്ടുണ്ട്. ഇടപെടലൊക്കെ നടക്കുന്നുണ്ട്, നല്ല ഇടപെടലുണ്ട്. എന്നാൽ SHOയുടെ അഭാവം അത് ഉടൻ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വാടാനപ്പിള്ളിയിൽ മാർച്ചും ധർണയും നടത്തി. NREG യൂണിയൻ ഏരിയ സെക്രട്ടറി KC പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഹേമലത പ്രതാപൻ അധ്യക്ഷയായി. സീന ഹരിദാസ്, CPM വാടാനപ്പിള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VA ഷാജുദ്ദീൻ, അബ്ദുൾ ജബ്ബാർ എന്നിവർ സംസാരിച്ചു. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപക പ്രസിഡന്റ് PV ഫ്രാൻസിസ് അനുസ്മരണം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ PV ഫ്രാൻസിസിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സിനി ഫ്രാൻസിസ് ഭദ്രദീപം തെളിയിച്ചു. ഗോൾഡ് അസോസിയേഷൻ പ്രതിനിധി PM തോമസ്, ഗായകൻ നൌഷാദ്, മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ രക്ഷാധികാരി അബ്ദുൾ റസാഖ്, TV ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് KT കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് ജയൻ കലാഭവൻ, സെക്രട്ടറി സലിം കലാഭവൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന വിദ്യാഭ്യാസ ജാഥയ്ക്ക് പുതുക്കാട് സ്വീകരണം നൽകി. പരിഷത്ത് പ്രസിദ്ധീകരിച്ച 6 ലഘുലേഖകളുടെ സെറ്റ് ജാഥ ക്യാപ്റ്റൻ P. ലിസിയിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു ജാഥ സ്വീകരണം. TA വേലായുധൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ KR ശശികുമാർ, Dr. K. രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പന്നിത്തടം സെന്ററിലെ ആലിൻതറയിലുള്ള ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ ആചാരാനുഷ്ഠാനങ്ങളോടെ മാറ്റി പ്രതിഷ്ഠിച്ചു. റോഡ് വികസനത്തിന്റെ ഭാഗമായി ആൽമരം മുറിച്ചു നീക്കുന്നതിനു വേണ്ടിയാണ് പ്രതിഷ്ഠ മാറ്റിയത്. താന്ത്രിക വിധിപ്രകാരം തന്ത്രി അണ്ടലാട് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും മറ്റ് തന്ത്രിവര്യന്മാരുടെയും കാർമ്മികത്വത്തിൽ ഹനുമാൻ സ്വാമിയെ ആവാഹിച്ച് എയ്യാൽ ശ്രീലക്ഷ്മി നാരായണസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ മഹാശോഭയാത്രയായി നാമജപത്തോടെ ഭക്തർ ചടങ്ങിൽ പങ്കാളികളായി. KN ഗോപി, അനീഷ് എയ്യാൽ, അഭിലാഷ് കടങ്ങോട്, സുഭാഷ് ആദൂർ, E. ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലയൂരിൽ അജ്ഞാത വാഹനമിടിച്ച് റോഡരികിൽ നിന്നിരുന്ന മരം നിലം പൊത്തി. റോഡരികിലെ കടയുടെ മതിലും ഗേറ്റും തകർത്തു. പാലയൂർ ഇസ്ലാമിക് സെന്ററിന് പിൻവശത്തായി മുട്ടത്ത് കോംപ്ലക്സിന് മുന്നിലാണ് അപകടം നടന്നത്. നഗരസഭാ അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് മരം മുറിച്ചുമാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു. കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ജീവൻ രക്ഷിക്കാനായി നാട് കൈകോർക്കുന്നു. എറിയാട് പഞ്ചായത്തിലെ 6-ാം വാർഡിൽ മുടവൻകാട്ടിൽ അസ്ബു മകൻ 27 വയസ്സുള്ള ആഷിഫിനാണ് വാഹനാപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന ആഷിഫിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് 25 ലക്ഷം രൂപ ചിലവ് വരും. കൂലിപ്പണി നടത്തി ഉപജീവനം നടത്തിയിരുന്ന ആഷിഫിന്റെ കുടുംബത്തിന് ഈ തുക താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. ഫൗസിയ ഷാജഹാൻ ചെയർമാനായും PS മുജീബ് റഹ്മാൻ ജനറൽ കൺവീനറായും നാട്ടുകാർ ചേർന്ന് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആഷിഫിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്കിന്റെ അഴീക്കോട് ബ്രാഞ്ചിലുള്ള അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ.
സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പും കടങ്ങോട് പഞ്ചായത്തും ചേർന്ന് നടപ്പിലാക്കുന്ന കന്നുകുട്ടി പരിപാലന പദ്ധതിയായ ഗോവർധിനിയുടെ ഭാഗമായി കാലിത്തീറ്റ വിതരണം ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് അധ്യക്ഷയായി. ഡോക്ടർ റെജിൻ മാത്യു, വെറ്റിനറി സർജൻ ഡോക്ടർ മനോജ് തെറ്റയിൽ, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എ ജോസ് ജോൺ എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3239 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. നാട്ടിക ദുരന്തത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മദ്യലഹരിയിൽ മയങ്ങിപ്പോയെന്ന ലോറി ക്ലീനറുടെ കുറ്റസമ്മതമൊഴി. ഇരിങ്ങാലക്കുട കോമ്പാറയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയായ യുവതി മരിച്ചു. അപകടത്തിനിടയാക്കിയത് സ്വകാര്യ ബസിനെ മറികടന്നെത്തിയ കാർ. ചാലക്കുടിയിൽ വീടിന് തീപിടിച്ചു. വീട്ടിനകത്ത് അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത് നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ. കാട്ടൂർ മുനയത്തെ താൽക്കാലിക ബണ്ട് നിർമ്മാണത്തിൽ അപാകതയെന്ന് നാട്ടുകാർ. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിക്കുന്ന താൽക്കാലിക ബണ്ടിൽ ഉപയോഗിക്കുന്നത് കാലപ്പഴക്കം ചെന്ന മുളകളാണെന്നാണ് ആക്ഷേപം. ഗുരുവായൂരിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാവ് പോലീസ് പിടിയിലായി. മലപ്പുറം താനൂർ സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത്. 2 മാസത്തിനിടയിൽ 20ഓളം പവൻ സ്വർണമാണ് പ്രതി കവർന്നത്. തിരുവില്ലാമലയിൽ ഷവർമ കഴിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യം. 2 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. നാട്ടുകാർ റെസ്റ്റോറന്റ് ഉടമയെ ചോദ്യം ചെയ്തത് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.